ഇറാന്റെ പോരാട്ട വീര്യത്തെ എടുത്തു പറഞ്ഞ് പ്രശംസിച്ചുകൊണ്ടാണ് ഖത്തറിൽ നടന്ന ഗൾഫ് രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ ഓരോ രാജ്യങ്ങളുടെയും പ്രതിനിധികൾ വളരെ വാചാലമായി കൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പ്, ഇറാൻ ഏറ്റവും ഒടുവിൽ എന്തുകൊണ്ടാണ് ഖത്തറിൽ അമേരിക്കയുടെ ബേസ് തകർത്തത്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ അനിവാര്യത എത്രത്തോളമാണ്. ഇറാൻ വളരെ കാലം മുമ്പേ തന്നെ അറബ് രാജ്യങ്ങളോട് പറഞ്ഞിരുന്നതാണ് ഇസ്രായേൽ ഏതൊക്കെ രീതിയിലാണ് അപകടകാരിയായി മാറുന്നത്. ഇസ്രായേൽ കൃത്യമായി മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഹമാസിനെയും ഹിസ്ബുള്ളയെയും അല്ലെങ്കിൽ യമനിലെ ഹൂതി വിമതരെയും മാത്രമല്ല, ഫലസ്തീനികളെ മാത്രമല്ല, ഇസ്രായേൽ അറബ് രാജ്യങ്ങൾക്കൊരു ഭീഷണിയായി മാറും. അതായത് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ പ്രോക്സി ഫോഴ്സായി നിന്നുകൊണ്ട് ഇസ്രായേൽ അറബ് രാജ്യങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്താൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുകയാണ് എന്നുള്ളത് തുടക്കം മുതൽ പറഞ്ഞ രാജ്യമാണ് ഇറാൻ. അതുകൊണ്ടാണ് ഇറാനെതിരെയുള്ള പ്രകോപനപരമായ ആക്രമണത്തിൽ ഇറാൻ തെല്ലും ഭയക്കാത്തത്. ഇറാൻ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നു, ഇനിയും പ്രതീക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇറാനെ ചൊറിയാൻ വന്നാൽ പരിപ്പിളക്കും എന്ന് അയത്തുള്ള അൽ ഖമനേയി പറഞ്ഞിരിക്കുന്നത് വെറും വാക്കല്ല. ഇറാൻ ഒരു ആണവ രാജ്യമൊന്നുമല്ല. ആണവ സാങ്കേതിക വിദ്യകൾ ഒന്നും തന്നെ അതിൻ്റെ പാരമ്യത്തിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അവരുടെ ആണവ സമ്പുഷ്ടീകരണം 60% എത്തിയപ്പോൾ തന്നെ ഇസ്രായേൽ ഭയക്കണമെങ്കിൽ ഇസ്രായേലിന് അറിയാം അവരുടെ ചെയ്തികൾക്ക് തിരിച്ചടി നൽകാൻ ഏറ്റവും വെമ്പൽ കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. ഒരുപക്ഷെ ഇറാനോളം കരുത്ത് അല്ലെങ്കിൽ ഇത്രയധികം മനോധൈര്യം മറ്റൊരു അറബ് രാജ്യവും ഇതുവരെ കാണിച്ചിട്ടില്ല, ഇതുവരെ വിരൽ ചൂണ്ടിയിട്ടില്ല. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരേപോലെ തന്നെ അനീതി കണ്ടാൽ ചെറുത്തു തോൽപ്പിക്കാൻ അവിടെ ആയുധത്തിൻ്റെ എണ്ണമോ അളവോ ശക്തിയോ ഒന്നും നോക്കാതെ ഇറാൻ പച്ചയ്ക്ക് വിളിച്ചു പറയും എന്നുള്ളതാണ് സത്യം. ഇറാൻ്റെ ആണവോർജ കേന്ദ്രങ്ങളെ നശിപ്പിക്കാനും ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളുടെ മരണത്തിന് കാരണമാകാനും ഒക്കെ ഇസ്രായേൽ ശ്രമിച്ചപ്പോഴും ഇറാൻ പതറിയില്ല. ഇറാനെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റഷ്യ പിന്താങ്ങുന്നു. റഷ്യ എല്ലാ രീതിയിലും സംരക്ഷണം ഒരുക്കുന്നു. എന്തുകൊണ്ടെന്നാൽ റഷ്യക്കറിയാം അറബ് രാജ്യങ്ങളുമായുള്ള സഹകരണം, അറബ് രാജ്യങ്ങളിലേക്ക് റഷ്യൻ സൈനികരെ വിന്യസിച്ചാൽ റഷ്യയ്ക്കുണ്ടാകുന്ന ഗുണം എത്രത്തോളം വലുതാണ്, വിശാലമാണ്. ഏഷ്യയിൽ, മധ്യേഷ്യയിൽ റഷ്യ കൂടുതൽ ആഴത്തിൽ വേരുറപ്പിക്കുമ്പോൾ അമേരിക്കയുടെ ശക്തി അത് തകർക്കപ്പെടും, അത് വലിയ രീതിയിൽ വിപത്താവും. യൂറോപ്യൻ യൂണിയനെ ചെറുക്കാനും യൂറോപ്യൻ യൂണിയനെ പാഠം പഠിപ്പിക്കാനും റഷ്യക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണ അവസരം കൂടിയാണിത്. ഇറാന് പുതിയ പല നീക്കങ്ങളുമുണ്ട്. ആ കാര്യങ്ങളിൽ പലതിലും റഷ്യ ഒന്ന് പുനരാലോചിക്കാതെ തന്നെ ഇറാന് കൈകൊടുക്കുന്നതിന് പല കാര്യങ്ങളുണ്ട്. ഇറാൻ്റെ ഓരോ നീക്കങ്ങളും റഷ്യക്ക് ഗുണകരമായി മാറുന്ന ഒരു അതുല്യ നിമിഷമാണിത്.